ഭാരതാംബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. രജിസ്ട്രാർക്കെതിരായ നടപടിയുടെ റിപ്പോർട്ട് താൽക്കാലിക VC സിസ തോമസ് അവതരിപ്പിച്ചു. കേരള സർവകലാശാലയിലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തന്നെ താൽക്കാലിക VC തയ്യാറായത്. അപ്പോഴും രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി അത് വിഷയമാകുമോ എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളൊക്കെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് സിസ തോമസ് അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ, എന്താണ് പരാമർശിക്കുന്നത്? അമൃത, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള സർവകലാശാലയിൽ തീർത്തും അസാധാരണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയിൽ നടന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സ്വീകരിച്ചത്. രജിസ്ട്രാർ ഡോക്ടർ KS അനിലിനെ VC സസ്പെൻഡ് ചെയ്യുകയും അതേ തുടർന്നുകൊണ്ട് വലിയ വിവാദം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ് എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ RSS ഉപയോഗിക്കുന്ന പല പരിപാടികൾ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം സർവകലാശാലയിൽ കൊണ്ടുവന്ന വിഷയത്തിലടക്കം വിശദമായിട്ടുള്ള ചർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ തന്നെ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തതാണ്. എന്നാൽ അന്ന് ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം സിൻഡിക്കേറ്റ് വിളിക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നത്. അതിന് പിന്നാലെ തന്നെ സിൻഡിക്കേറ്റ് വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസ് അനുകൂല സിൻഡിക്കേറ്റും ഈ പറയുന്ന രീതിയിലൊരു കത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും VCയുടെ താൽക്കാലിക ചുമതല ഡോക്ടർ സിസ തോമസിന് നൽകിക്കൊണ്ട് മോഹൻ കുന്നുമ്മൽ റഷ്യയിലേക്ക് പോവുകയാണ് ചെയ്തത്. താൽക്കാലിക ചുമതല ഏറ്റെടുത്ത സിസ തോമസ് കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തെത്തിയപ്പോൾ വീണ്ടും അവരെ തടയുകയും അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. വിഷയം വീണ്ടും അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് വിളിച്ച് ചർച്ച ചെയ്യണമെന്ന ഇടത് സിൻഡിക്കേറ്റും കോൺഗ്രസ് സിൻഡിക്കേറ്റും ഒക്കെ ആവശ്യപ്പെട്ടതിന്റെ സിൻഡിക്കേറ്റ് അംഗവും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് വിളിക്കാം എന്ന് താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സിൻഡിക്കേറ്റ് ചേരുന്നത്. സിൻഡിക്കേറ്റ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനകത്ത് വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ KS അനിൽകുമാറിനെതിരെ നടപടിയെടുത്ത കാര്യങ്ങൾ വിശദീകരിച്ചു. ആ റിപ്പോർട്ടിലെ അടക്കമുള്ള കാര്യങ്ങൾ വായിക്കുകയും ചെയ്തു. എടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കണം എന്നുള്ള നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. രജിസ്ട്രാർക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണം എന്നുള്ള നിലപാട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും നാളെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ വൈസ് ചാൻസലറുടെയും ഒരു രണ്ട് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കണം. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് കേരള സർവകലാശാലയുടെ തീരുമാനം കൃത്യമായിട്ട് എന്താണോ അതാണ് കോടതിയിൽ അറിയിക്കേണ്ടത് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രജിസ്ട്രാർക്ക് എതിരെ എടുത്ത നടപടി പൂർണ്ണമായിട്ടും പിൻവലിക്കണം എന്നുള്ള നിലപാട് കൂടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനകത്ത് VC എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഒരുപക്ഷെ VC തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പോലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതിയിൽ അറിയിക്കും. ഒരുപക്ഷെ എന്തായാലും നാളെ ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ രണ്ട് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും രജിസ്ട്രാർക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അമൃത. ശരി ഷിജോ.